എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഓട്സ് ഉപയോഗിച്ച് ഒരു ഓംലെറ്റ് തയ്യാറാക്കാം. നിങ്ങൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ കമന്റ്സ് അറിയിക്കണം. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആവശ്യമായ ചേരുവകൾ 3 മുട്ട, ഒരു ചെറിയ സവാള ഉള്ളി കൊത്തിയരിഞ്ഞത്, ഓട്സ് 3 ടേബിൾ സ്പൂൺ, പച്ചമുളക് 2 എണ്ണം, നല്ല എരിവുള്ള മുളകാണ്, കറിവേപ്പില 4 ഇതൾ, തക്കാളി ഒരു ചെറിയ തക്കാളി കൊത്തിയരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്. നമുക്കാദ്യം ഓട്സിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തൊന്ന് നമുക്ക് കുതിർത്തിയെടുക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് കുതിർത്താൻ വെക്കുക. ആ സമയത്ത് നമുക്കൊരു ബൗൾ എടുത്ത് അതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഓട്സ് നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി ഇത് മുട്ടയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ശേഷം ഇത് മാറ്റി വെക്കാം. നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെ ആ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് സവാള ഉള്ളി കൂടി ഇട്ട് കൊടുക്കാം. സവാള ഉള്ളി ഒന്ന് വഴഞ്ഞു വരുമ്പോൾ നമുക്ക് തക്കാളി കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ മുളക് പൊടി അല്ലാതെ ചേർക്കുന്നില്ല. പച്ചമുളകിന് നല്ല എരിവുള്ള കാരണം ആ ഒരു മുളക് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. അതുപോലെ വേണമെങ്കിൽ ഇവിടെ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം, കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. തക്കാളി ഒന്ന് വാടിക്കഴിയുമ്പോൾ അതിലേക്ക് പച്ചമുളകും കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ശേഷം എല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഞാനിവിടെ മുട്ടയിലേക്കാണ് ഉപ്പ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഇത് കിട്ടും. ഉള്ളിയിലേക്ക് ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ആ ഉള്ളി എല്ലാം നമുക്ക് മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. അതിന് ശേഷം നമ്മൾ സാധാരണ ഓംലെറ്റ് തയ്യാറാക്കുന്നത് പോലെ പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഒരു സൈഡ് വേവിച്ചതിന് ശേഷം മറിച്ചിട്ട് മറ്റേ സൈഡും വേവിച്ചെടുക്കാം. അതുപോലെ തന്നെ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഹെൽത്തിയായ ഓംലെറ്റ് ഇവിടെ ഇത്ര എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഹെൽത്തിയാണ്, ശരിക്കും ഹെൽത്തിയാണ്. ഓട്സ് ഉള്ള കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടും. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരാം.